ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു ഉക്കിലും റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ നീളമുള്ള കത്തിരിക്കായാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 4 എടുത്തിട്ടുണ്ട്. അതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. മിക്കവാറും കുട്ടികൾ കത്തിരിക്കായി ഉപ്പേരി വെച്ചാലൊന്നും കഴിക്കാറില്ല. ഇത് നമ്മൾ ഫ്രൈ ആണ് ചെയ്യുന്നത്. കത്തിരിക്കായി അതുപോലെ വണ്ണത്തിൽ വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന കത്തിരിക്കായിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് ഗരം മസാല ഉണ്ടോ. ഗരം മസാല ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഗരം മസാല അല്ലെങ്കിൽ കുഴപ്പമില്ല, ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു 2 പിടിയോളം കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കോൺഫ്ലവർ ആഡ് ചെയ്തതിന് ശേഷം 2 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഉപ്പും ആ കോൺഫ്ലവറും എല്ലാം കത്തിരിക്കായിലും നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ മസാലയൊക്കെ. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യണത്. കോക്കനട്ട് ഓയിൽ വേണിച്ചാലും യൂസ് ചെയ്യാം. രണ്ടും യൂസ് ചെയ്താൽ ഒരുപോലെ തന്നെയാണ്, ഫ്രൈ ചെയ്യാനുള്ളതായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 അല്ലിയോളം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില നന്നായി മൂത്ത് വന്നാൽ ഓരോ കത്തിരിക്കായായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലഞ്ച് ബോക്സിന് നമുക്ക് വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്ക് ഫ്രൈ ചെയ്ത ഐറ്റംസ് പൊതുവെ നല്ല താല്പര്യം കൂടുതലായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ പുതിയ വീഡിയോസ് ഇനി ഞാൻ ഇടുന്നതാണ്. കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തേക്കാൻ പറ്റുന്നതൊക്കെ എന്നെ കഴിയുന്ന വിധം ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.